നീ വീൽ ചെയറിങ് എടുത്തുണ്ടോ? ഹലോ. ആ, ഞാനിപ്പോ വീട്ടിലാ. ആരെ? അതൊന്നും പറയാൻ പറ്റത്തില്ല, നീ വിളിച്ചാ മതി. ആ ആ അത് വിളിച്ച് പറയാം. ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാം. അമ്മച്ചി, നിനക്ക് എന്നെ വിശേഷം പറയാനാടി ഇത്ര ധൃതി? ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ ഇതെന്നെ പറ്റി? നിന്നോട് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് കഷ്ടമായി പോയി സാർ. ഉണ്ടായിരിക്കടി, അകത്തുണ്ടേ കിടത്ത്. ഒരു കാര്യാന്വേഷണം കൊണ്ട് വന്നിരിക്കുക. ആ, എന്നിട്ട് പറഞ്ഞോ? ആ, ഞാൻ വന്നോളാം. ആ ആ അവര് പറയട്ടെ. ഞാൻ വിളിക്കാം. ആ അതെ, എവിടെ സൂക്ഷിക്കണം, കുറച്ച് പ്രശ്നക്കാരിയാ. ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഇവിടെ വെച്ചോണ്ടിരിക്കുന്ന എന്നത്തിന്? ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവക്കറിയാം. ആ നിലയ്ക്ക് അവളെ ഒരു ശത്രു ആക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഇതാ റോഡിയുടെ ഒരു കുഴപ്പം. ആരൊക്കെയാ നല്ലവരെന്നോ ആരൊക്കെയാ പ്രശ്നക്കാരെന്നോ തിരിച്ചറിയത്തില്ല. എല്ലാരും നമ്മളോട് സ്നേഹമുള്ളവരാണെന്ന് കരുതും. അതല്ല ഗ്ലോറിയാൻറ്റി, ഒരാളെ ശത്രുവാക്കുന്നതുകൊണ്ട് നമുക്ക് ഉപദ്രവമേ ഉണ്ടാവും, ഒരു ഗുണവും ഉണ്ടാവത്തില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവൾ അത്രയ്ക്ക് കുഴപ്പക്കാരിയൊന്നുമല്ല. ഇത്രയും രഹസ്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അവൾ ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ, അത്ര വലിയ വിശ്വാസമാണെങ്കിൽ പിന്നെ ഞാനായിട്ടൊന്നും പറയുന്നില്ല. എലിസബത്ത് മാഡത്തിന്റെ ഭർത്താവ് US വന്നു. എല്ലാവരും കൂടെ പരുമലയ്ക്ക് പോയിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ കിച്ചണിൽ നമ്മൾ തന്നെ കയറിയേ പറ്റൂ. എന്താ ഇനി ജാനറ്റിന്റെ മൂവ്മെന്റ്സ്? ജാനറ്റിനെതിരെയുള്ള അന്വേഷണം അവസാനിച്ചിട്ടില്ലെന്ന് അറിയാലോ. എനിക്കറിയാം സ്നേഹ. ഇത്രയും നാളും സ്നേഹയുടെ സഹായം കൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നത്. കുറച്ചു ദിവസങ്ങൾ കൂടി സ്നേഹ എന്നെ സഹായിക്കണം. എനിക്ക് സഹായിക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട് ജാനറ്റ്. ഞാനിപ്പോ പകുതി വഴിയിലേ എത്തിയിട്ടുള്ളൂ. ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് തിരികെ പോകേണ്ടി വന്നാൽ ഇതുവരെ ചെയ്തതൊക്കെ വേസ്റ്റ് ആവും. ഞാൻ എന്റെ ഡ്യൂട്ടിയെ മറന്നിട്ട് ജാനറ്റിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റിൽ സെന്റിമെന്റ്സിന് സ്ഥാനമില്ലാന്ന് ജാനറ്റിന് അറിയാലോ. ജാനറ്റ് വിഷമിക്കണ്ട. ഇത്രയും നാളും ജാനറ്റിനെ ഞാൻ സഹായിച്ചല്ലോ. കുറച്ചു സമയം കൂടി തരാം. അതിനുള്ളിൽ ജാനറ്റിന്റെ ശ്രമങ്ങൾ അവസാനിപ്പിച്ചിരിക്കണം. ഇനി ഒരു കാര്യം കൂടി എനിക്ക് ചെയ്താൽ മതി. എന്താ അത്? എന്റെ പക മുഴുവൻ ഒരാളോടാ, മാനുവൽ. അയാൾ ഒരുത്തനാ എല്ലാത്തിനും കാരണം. അയാൾക്കുള്ള ശിക്ഷ എനിക്ക് തന്നെ വാങ്ങിക്കൊടുക്കണം. ജാനറ്റ് എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനൊരു പുതിയ പ്ലാനിങ് നടത്താൻ പോകുന്നത്. എന്ത് പ്ലാനിങ്? മാനുവലിനെ റോണിയും തമ്മിൽ തെറ്റിക്കുക, അവരെ ശത്രുക്കളാക്കുക. പരസ്പരം യുദ്ധം ജയിക്കാനായി അവര് പോരാടണം. ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണോ ജാനറ്റ്? സാധിക്കും. അതിനുവേണ്ട എല്ലാ ശ്രമവും ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. ജാനറ്റിന്റെ മനസ്സിൽ മാനുവലിനോട് പകയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ജന്മം മുഴുവൻ ഒരാളെ ശത്രുവായി കാണേണ്ടി വരിക, സ്വന്തം ജീവിതം പോലും ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലാവുക. ഇതിനൊക്കെ കാരണം മാനുവല. ഞാൻ കാത്തിരുന്നത് ഇതുപോലൊരു അവസരത്തിനാ. കുറച്ച് സമയം കൂടി സ്നേഹം എനിക്ക് അനുവദിക്കണം. ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്കൊന്ന് എത്തിക്കോട്ടെ.